ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സൺസ്ക്രീനിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുറേ നാളുകളായിട്ട് വീഡിയോസൊക്കെ കുറവായിരുന്നു. സോ ഇനി വരുന്ന ദിവസങ്ങളിൽ വീഡിയോസൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് പോകാം. സൺസ്ക്രീൻ. ഒരുപാട് ആളുകൾ പല ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുക, നമുക്കങ്ങനെ ഫേവറേറ്റ് ആ ഒരു ലിസ്റ്റിലേക്ക് പോവുക എന്നുള്ളത് തന്നെ വളരെ വിരളമായിരിക്കും, വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു സൺസ്ക്രീനാണ്, നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു സൺസ്ക്രീനാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എങ്കിൽ മാത്രമാണ് ഫ്യൂച്ചറിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റമാണ്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ വൈറ്റമിൻ C+E സൂപ്പർ ബ്രൈറ്റ് സൺസ്ക്രീൻ ആണ്. ഇതൊരു അടിപൊളി സൺസ്ക്രീൻ ആണ്, വെറുതെ ഞാൻ പറയുന്നതല്ല, അടിപൊളി സാധനമാണ്. ഇത് ആക്ച്വലി കുറച്ചും കൂടി ഇതിനകത്തുള്ളൂ, ഒരു 1 വീക്ക് യൂസ് ചെയ്യാനുള്ള സാധനമേ ഇതിനകത്ത് ബാലൻസ് ഉള്ളൂ. ഇതിൻ്റെ എമൗണ്ട് വരുന്നത് 445 രൂപയാണ് MRP പ്രൈസ്. എങ്കിലും നമുക്കൊരു 300 സംതിങ്ങിന് ആമസോണിൽ അവൈലബിൾ ആണ്, ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പൊതുവെ എല്ലാവരും ഇങ്ങനത്തെ സൺസ്ക്രീൻ ഐറ്റംസ് ഒന്നും കടയിലൊന്നും കിട്ടില്ലല്ലോ, എന്തായാലും ഒരു ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത്. സോ എന്തായാലും 300 സംതിങ്ങിന് നമുക്ക് കിട്ടും. അഫോർഡബിൾ ആണ് വാങ്ങിക്കാനായിട്ട്. മീൻസ് ഒരു 500-600 രൂപയൊന്നും കൊടുത്ത് നമ്മൾ ഭയങ്കര എമൗണ്ടിൽ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. 300 സംതിങ്ങിന് നമുക്കിത് അവൈലബിൾ ആണ്. ഇതിനകത്ത് SPF 50 ആണ്. ഇത് PA+++ ആണുള്ളത്. വാട്ടർ ബേസ് ആണിത്. വാട്ടർ ബേസ് ആണ്, നമ്മളൊരു ക്രീമി ഒരു ഫോമല്ല, ഒരു വാട്ടർ ഫോമാണ് ഇത് വരുന്നത്. കുറച്ച് ലോഷൻ കൈൻഡ് ഓഫ് ആ ഒരു ടെക്സ്ചറാണ് ഈ ഒരു സൺസ്ക്രീൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടി തോന്നിയ ഒരു കാര്യം, എല്ലാ സ്കിൻ ടൈപ്സിനും ഇത് പറ്റും. ഇത് സ്കിൻ ഓയിലി ആക്കത്തില്ല, അതുപോലെ ഡ്രൈ ആക്കത്തില്ല. എപ്പോഴും നമ്മുടെ ഫേസ് വന്നിട്ട് കുറച്ച് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൺസ്ക്രീൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിതിപ്പോൾ യൂസ് ചെയ്യുന്നത് ലാസ്റ്റ് ഒരു 1.5 month ആയിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് തീരാറായി. ഞാനിത് വേറെ എന്തായാലും റീപർച്ചേസ് ചെയ്യാൻ പോകുന്നൊരു ഐറ്റമാണ് ഈ ഒരു ഡോട്ട് ആൻഡ് കീയുടെ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഡോട്ട് ആൻഡ് കീയുടെ തന്നെ വേറെ പ്രൊഡക്റ്റുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്നിന് മികച്ചതായിട്ടുള്ള സാധനമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ കമ്പനി തന്നെ അടിപൊളിയാണ്. എനിക്കിതുവരെ ഒരു നെഗറ്റീവ് അനുഭവം ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഈ ഒരു ബ്രാൻഡ് അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പേഴ്സണലി. പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് യൂസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമായിരിക്കുമല്ലോ എന്താണ് ചെയ്യേണ്ടത്. നമ്മൾ നോർമലി ഫേസ് വാഷ് ചെയ്യുക, ടോണർ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ടോണർ ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ 15 മിനിറ്റ് മുൻപ്, പുറത്ത് പോകുന്ന ചാടിത്തുള്ളി ഉടനെ തന്നെ നമ്മൾ മുഖത്തിട്ടിട്ട് ഉടനെ പോകരുത്. ഒരു 15 മിനിറ്റ് മുൻപ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിന് ശേഷം പുറത്ത് പോവുക. സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം സൺസ്ക്രീൻ ഇടും. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മേക്കപ്പ് കാര്യങ്ങൾ, ഇപ്പോൾ ചെറിയ ഫൗണ്ടേഷൻ ഇടുന്നുണ്ടെങ്കിൽ അത് കണ്ണെഴുതുക, അങ്ങനത്തെ പരിപാടികളെല്ലാം ചെയ്തതിന് ശേഷമാണ് പുറത്ത് പോകുന്നത്. അങ്ങനെയും ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതി ഫോളോ ചെയ്യാം. എപ്പോഴും നമ്മൾ പുറത്ത് പോകുന്നതിനൊരു 15 മിനിറ്റ് മുൻപ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കഴിയുമ്പം ഇത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ്, ചെയ്യണം എന്നാണ് പറയുന്നത്. ഞാൻ ശരിക്കും മടിയായതുകൊണ്ട് ചെയ്യാറില്ല. പക്ഷേ നിങ്ങൾ പുറത്ത് ഭയങ്കര വെയിലത്തൊക്കെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മളിതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ളൂ. അല്ലെങ്കിൽ കരിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും, ഭയങ്കര ടാൻ വരും ഫേസിൽ. പിന്നെ എനിക്കിതിൻ്റെ ഒരു പ്രത്യേകത തോന്നിയത്, ഇതിനകത്ത് വൈറ്റ് കാസ്റ്റ് ഒട്ടുമില്ല. പൊതുവേ നമ്മുടെ സൺസ്ക്രീൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വൈറ്റ് കാസ്റ്റ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ അങ്ങ് ഡിമ്മാക്കി കളയും, നമ്മുടെ കളർ ഭയങ്കര ഡിമ്മായി പോവും. പക്ഷേ ഇത് രണ്ടും ചെയ്യില്ല, നമ്മൾ കുറച്ച് ബ്രൈറ്റപ്പ് ചെയ്യും നമ്മുടെ ഫേസിന്. ഇത് സൂപ്പർ ബ്രൈറ്റ് ആണ് സൺസ്ക്രീൻ, അവർ പറയുന്നത് സൂപ്പർ ബ്രൈറ്റ് ആണ്. അതുകൊണ്ടായിരിക്കും മേ ബി നല്ല രീതിയിൽ നമുക്ക് ആ ഒരു, നമ്മളിപ്പോൾ ഒരു ഫൗണ്ടേഷനൊക്കെ ഇട്ടൊരു എഫക്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പകുതി നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ ഇടുമ്പോൾ കിട്ടും. ഫൗണ്ടേഷൻ ഇട്ട എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചുമ്മാ പൊക്കി പറഞ്ഞിട്ട് കാര്യമില്ല. ഫൗണ്ടേഷനൊക്കെ ഇടുന്ന സമയത്ത് കുറച്ചൊരു എക്സ്ട്രാ ബ്രൈറ്റ് കിട്ടുമല്ലോ നമ്മുടെ ഫേസിൻ്റെ ആ ഒരു മൊത്തത്തിലൊന്ന് കവറപ്പ് ആകുമ്പോൾ, അതിൻ്റെ ഒരു പകുതി എഫക്റ്റ് നമ്മുടെ ഈ സൺസ്ക്രീൻ നമുക്ക് തരും. പക്ഷേ ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതൊരു വൈറ്റ് കളറാണ്. അതിൻ്റെ ടെക്സ്ചർ കാണിക്കാം. ഇതുണ്ടോ, ഇത് വന്നിട്ട് ഇങ്ങനൊരു ടെക്സ്ചറാണ് കേട്ടോ, വാട്ടറി ടെക്സ്ചറാണ്. ഞാൻ കാണിച്ചു തരാവേ. ഇതുണ്ടോ, കഴിഞ്ഞു ഫുള്ള്. ഉടനെ തന്നെ ഇത് അബ്സോർബായി, പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബ് ആവുകയും ചെയ്യും. പക്ഷേ നമ്മുടെ ആ ഒരു ഫേസിനൊരു ഗ്ലോ വരും പെട്ടെന്ന്.
അതൊരു അടിപൊളിയാണ്. അതാണ് കൂടുതൽ ആൾക്കാർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പറയാൻ കാരണം. സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു സൺസ്ക്രീൻ അല്ലെങ്കിൽ പെട്ടെന്ന് സൺസ്ക്രീൻ ഇട്ടിട്ട് പൗഡർ ഇട്ടിട്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ഡെയിലി ഒക്കെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ പൊതുവേ സൺസ്ക്രീൻ ഇടും, എന്നിട്ട് ഞാൻ ഏതെങ്കിലും ഒരു ലൂസ് പൗഡറാണ് ഫേസിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരെ നല്ല സാധനമാണ്. നമ്മളൊരു പെട്ടെന്ന് നമ്മുടെ ഫേസിൽ ഒരു ബ്രൈറ്റപ്പ് വരും. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സൺസ്ക്രീനിൻ്റെ കേസിൽ. പിന്നെ വൈറ്റ് കാസ്റ്റിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഒട്ടുമില്ല വൈറ്റ് കാസ്റ്റ് ഇഷ്ടമല്ല, നിങ്ങൾ വൈറ്റ് കാസ്റ്റ് കാരണം സൺസ്ക്രീൻ യൂസ് ചെയ്ത് മടുത്തിരിക്കുവാണെങ്കിൽ ഈ സാധനം നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അടിപൊളിയാണ് കേട്ടോ, നല്ല അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിനൊരു ഇത് 50 ഗ്രാമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഒരു പാക്കേജ് 50 ഗ്രാമേ വരുന്നുള്ളൂ. പാക്കേജിങ്ങും ഒക്കെ നല്ലതാണ് കേട്ടോ, ട്രാവൽ ഫ്രണ്ട്ലി ആണ്, ലീക്കൊന്നും ആവത്തില്ല. ദേ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് തുറക്കാം, ട്വിസ്റ്റ് ചെയ്ത് അടയ്ക്കാം. പിന്നെ എനിക്ക് ലോഷൻ കൈൻഡ് ഓഫ് ആയതുകൊണ്ട് നമ്മൾ അടയ്ക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെയൊക്കെ പിടിച്ച് അടച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ തന്നെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. നമ്മളിത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ തുറക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ, അപ്പോൾ കുറച്ചിത് ലീക്ക് ആകുന്ന പോലെ, ലോഷൻ കുറച്ച് വാട്ടറി പോലെ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ ഓയിലി സ്കിന്നുകാർക്ക് എനിക്കറിയാം, ഒരുപാട് സൺസ്ക്രീനൊക്കെ നോക്കി ഒന്നും പറ്റുന്നുണ്ടാവില്ല, അവർക്ക് ഇത് യൂസ് ചെയ്യാം, യാതൊരു വിധത്തിലുള്ള അലർജി കാര്യങ്ങളൊന്നുമില്ല. പൊതുവേ എനിക്ക് ഈ വൈറ്റമിൻ ഇ എന്ന് പറയുന്ന സാധനം എൻ്റെ സ്കിന്നുമായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു സ്വരച്ചേർച്ചയിലല്ല, അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഈ വൈറ്റമിൻ ഇ പക്ഷേ ഇതിനകത്തത് എനിക്ക് യാതൊരു പ്രോബ്ലം ഉണ്ടായില്ല. അപ്പോൾ ഈ വൈറ്റമിൻ ഇ കണ്ടപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഇനി എന്തെങ്കിലും കുഴപ്പം വരുമോ, അലർജി വരുമോ എന്ന് ഞാൻ ആലോചിച്ചായിരുന്നു. പക്ഷേ യാതൊരു പ്രോബ്ലം വന്നിട്ടില്ല. സോ അങ്ങനെ ഓയിലി സ്കിന്നുള്ള ആളുകൾക്ക്, ആക്നി പ്രോൺ സ്കിന്നുള്ള ആളുകൾക്ക്, കോമ്പിനേഷൻ സ്കിന്നുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണിത്. ഡ്രൈ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം, ഓയിലി ആക്കില്ല, ഡ്രൈയും ആക്കില്ല, യാതൊരു പ്രോബ്ലവും ഇല്ല. എനിക്കറിയില്ല, ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനാണ് നിവ്യയുടെ സൺസ്ക്രീനിൻ്റെ ഭയങ്കര ഒരു എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമായിരുന്നു നിവ്യയുടെ. അത് കുറച്ച് ഓയിലി ആക്കും നമ്മുടെ സ്കിന്നിനെ, പക്ഷേ എനിക്കത് ഇഷ്ടമായിരുന്നു. പക്ഷേ ഇത് കിട്ടിയ പിന്നെ ഞാനത് യൂസ് ചെയ്തിട്ട് പോലും ഇല്ല. കാരണം ഇത് അങ്ങനെ നല്ലതാണ്, കുറച്ചെടുത്താൽ മതി. നമ്മൾ ഇപ്പോൾ 3 ഫിംഗർ റൂള് 2 ഫിംഗർ റൂളൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു ലോഷൻ കൈൻഡ് ഓഫ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എത്രയാണോ നമ്മുടെ ഫേസിന് വേണ്ടത് അതെടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയൊക്കെ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നല്ലൊരു സൺസ്ക്രീൻ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇവർ തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ട്രിപ്പിൾ വൈറ്റമിൻ സി ആണ്, നോ വൈറ്റ് കാസ്റ്റ് ആണ്, ആക്റ്റീവ് വൈറ്റമിൻ ഡി റിസപ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ഫ്രാഗ്രൻസ് ഒന്നും പിന്നെ ഇതിൻ്റെ ഒരു മണം അതും പറയാതിരിക്കാൻ പറ്റാം. ഇതിൻ്റെ മണം ഉണ്ടല്ലോ, എനിക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മണം പോലെയാണ് തോന്നിയത്. ഈ വേറെ ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്ത് യൂസ് ചെയ്ത ആൾക്കാർക്കെങ്കിലും ഈ പ്ലാസ്റ്റിക്കിൻ്റെ മണമായിട്ട് ഇതിന് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. എനിക്കിതിനൊരു പ്ലാസ്റ്റിക്കിൻ്റെ മണമായിട്ടാണ് തോന്നിയത്. ഇതിനകത്ത് ഫ്രാഗ്രൻസ് ഫ്രീ എന്നാണ് കൊടുത്തിരിക്കുന്നത്, ബട്ട് സ്റ്റിൽ എനിക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ മണം തോന്നി. ഇനി ഈ ബോട്ടിലിൻ്റെ ആണോ എനിക്കറിയത്തില്ല. എന്തായാലും എനിക്കിത് യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മണം, അതായത് നമ്മൾ ഈ പുതിയ പ്ലാസ്റ്റിക് ഐറ്റംസ് എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ അതിനൊരു സ്മെല്ലുണ്ടാകത്തില്ലേ, ആ ഒരു സ്മെല്ല് ഇതിനുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. എനിവേ കുറേ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഒരു സൺസ്ക്രീൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അടിപൊളി സൺസ്ക്രീനാണ് ഇത്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. SPF 15 ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.